രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ? ഇത് ഒരുപാട് വർഷം മുമ്പേ കേട്ട് പാടി പതിഞ്ഞ പാട്ടുകളാണ്. പിന്നെ ഗണപതി സ്തുതി കണ്ടോ, ഓംകാരപ്പിള്ള ഗണേശ കുറെ പാട്ടുകൾ. ഞാനിപ്പോ ഇത് പറയാൻ കാണുന്നറിയും, നന്ദഗോവിന്ദം ഭജൻസിന്റെ പ്രോഗ്രാമാണ്. കഴിഞ്ഞ ദിവസം ഞാൻ അവരുടെ പാട്ട് കുറച്ചു നേരം കേട്ടു. ചാനലിലാണ് കണ്ടത്, നേരിട്ട് അവരുടെ പരിപാടി കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതിനു മുമ്പ് ഓർക്കുന്നുണ്ടാവും നിങ്ങൾ, 2 ദിവസം മുമ്പ് ഷാജൻസ് കറിയയുടെ ഒരു വീഡിയോ വൈറ്റമിൻ ഡിയെ കുറിച്ച് അദ്ദേഹം ഇട്ട ശേഷം പിറ്റേന്ന് ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ചെയ്തു. അതിൽ വേദനകൾ, വിവിധ ആരോഗ്യ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ കൊളസ്ട്രോൾ, ഷുഗർ മുതൽ അങ്ങോട്ട് അനുഭവിക്കുന്ന വലിയൊരു വിഭാഗത്തിന്റെ ഫോൺ കോളുകളായിരുന്നു പിറ്റേന്ന് മുതൽ. അത്രത്തോളം വാട്സപ്പ് മെസ്സേജുകളും മറ്റും എല്ലാം ഉണ്ട്. എൻ്റെ ആ വീഡിയോ വളരെ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ പിറ്റേന്ന് 1 മണിക്കും 2 മണിക്കും ഇടയിൽ ഞാൻ മറ്റൊരു വീഡിയോ ഇട്ടു, മറുപടി എന്ന് തോന്നി. കാരണം ഇത്രയധികം ആൾക്കാർക്ക് മറുപടി കൊടുക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് പൊതുവിൽ ഞാൻ എന്താണ് യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ചെയ്തു. അതവിടെ തന്നെ ഉണ്ട്. ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, മനസ്സിന്റെ ശാന്തി. ഇന്ന് നമ്മുടെ ഈ ലോകത്ത്, നമ്മുടെ കേരളത്തിലടക്കം നമ്മൾ അനുഭവിക്കുന്ന മനസ്സംഘർഷം, സുഖമില്ലായ്മ വല്ലാത്തൊരവസ്ഥയാണ്. ആ മനസ്സംഘർഷം കൊണ്ട് അവർക്കുണ്ടാകുന്ന ശാരീരിക ബുദ്ധിമുട്ടുകൾ, നടുവേദന, അതുപോലെ മറ്റേ ജോയിന്റ് പെയിൻ അടക്കം മറ്റു പലതും. അത്തരത്തിൽ നമ്മുടെ മനസ്സിന് ശാന്തിയില്ല, വൈറ്റമിൻ ഡിയുടെ കുറവ്, അങ്ങനെ ആകെ പിടുത്തം വിട്ട് നടക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ ഇന്നത്തെ ഈ സമൂഹത്തിൽ. അങ്ങനെ എല്ലാ അർത്ഥത്തിലും പിടുത്തം വിട്ട് നടക്കുന്ന ഒരു വിഭാഗമാണ് ഇവിടെ കൂടുതലുള്ളത് എന്ന് പറയാതിരിക്കുന്ന വൃത്തിയില്ല. അവരുടെയൊക്കെ മനസ്സിലേക്ക് ശാന്തി പകർന്നുകൊണ്ടാണ് ഈ നന്ദഗോവിന്ദം ഭജൻസ്. അത്തരം ആൾക്കാരാണ് സത്യത്തിൽ മനസ്സുഖത്തിന് എന്ത് കിട്ടണം എന്നറിയാനായി വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് വളരെ വിശദമായ വീഡിയോ ചെയ്തത്. എന്നിട്ടും വിടുന്നില്ല. ഇപ്പോഴും ഇന്നും വയനാട്ടിൽ നിന്നടക്കം ധാരാളം കോളുകൾ എന്നെ തേടിയെത്തുണ്ടായി. എല്ലാവരോടും സംസാരിക്കാൻ കഴിയുന്നില്ല. ഈ അവസരത്തിൽ തന്നെയാണ് നന്ദഗോവിന്ദം ഭജൻസിനെ കുറിച്ച് സംസാരിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. അത്രത്തോളം മനസ്സംഘർഷം അനുഭവിക്കുന്ന ജനങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ നന്ദഗോവിന്ദം ഭജൻസിന്റെ ആ പരിപാടിയിലേക്ക് വന്നു ചേരുന്ന ജനം എന്ന് പറയാൻ പറ്റൂല, ജനസാഗരം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു അനൗൺസ്മെന്റ് യൂട്യൂബിൽ കണ്ടതാണ്. ലക്ഷക്കണക്കിന് ജനങ്ങൾ ഉണ്ട് ക്ഷേത്രപ്പറമ്പില്. ഇനി കൊള്ളാനില്ല, LED വാളുകളൊക്കെ പല ഭാഗത്തും വെച്ചിട്ടുണ്ട്. അതിന്റെയൊക്കെ മുന്നിൽ അത്രത്തോളം ജനസാഗരമാവും. 1 ഇഞ്ച് സ്ഥലം ബാക്കിയില്ല, അത്രത്തോളം ജനം. പിന്നെ പുറത്ത് അതിലേറെ ജനം. ആ ജനം അവിടെ നിന്ന് പോണം, അവിടെ നിന്ന് ബുദ്ധിമുട്ടുണ്ടാക്കരുത് എന്ന് സംഘാടകർ പറയുന്ന ആ ഒരു വീഡിയോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇത്രയധികം ജനം എന്തുകൊണ്ടാണ് ഒഴുകിയെത്തുന്നത്? അവിടെയാണ് മനഃശാന്തിയെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്. അവരത് പാടിക്കൊണ്ടിരിക്കുമ്പോൾ ജനം, ആ സ്ത്രീകൾ, കുട്ടികൾ, മറ്റുള്ളവരെല്ലാം അത് ഏറ്റുപാടുന്നു. ഒരു വല്ലാത്തൊരു അനുഭൂതിയിലൂടെയാണ് പോകുന്നത്. യൂട്യൂബിലൊക്കെ നമ്മൾ ആ വീഡിയോ കാണുമ്പോൾ നമ്മൾ അറിയാതെ കൂടെ പാടിപ്പോകും. അതാണ് അതിലൊരു എന്താ പറയാ, നമുക്ക് വാക്കുകൾ കിട്ടുന്നില്ല സംസാരിക്കാൻ വേണ്ടിയിട്ട്. അത്രത്തോളം മനസ്സിന് ശാന്തി പകരുന്നത് സംഗീതം കൊണ്ട് മനഃശാന്തി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ്, ഇപ്പോഴത്തെ ഏറ്റവും വലിയ തെളിവാണ് നന്ദഗോവിന്ദ ഭജൻസ് എന്ന് പറയുന്നത്. കടൽ പോലെ ഒഴുകിയെത്തുന്ന ജനലക്ഷങ്ങൾ. അതില് ജാതി, മതം അങ്ങനെയൊന്നുമില്ല. സംഗീതത്തിന് എന്ത് ജാതി, എന്ത് മതം? 1993, 94, 95 ഘട്ടങ്ങളില് കടയ്ക്കൽ ദേവി ക്ഷേത്രത്തിൽ അന്ന് പാടിയിട്ടുള്ള കുറച്ച് പാട്ടുകൾ, ഞാനടക്കം ഗിറ്റാർ വായിച്ചിട്ടുള്ള, മ്യൂസിക് മറ്റു കാര്യങ്ങൾ ചെയ്തിട്ടുള്ള കുറച്ച് പാട്ടുകളാണ്. ദേവി പ്രസാദം മമ സംഗീത ജ്ഞാനം, സെമി ക്ലാസിക്കൽ സോങ്ങാണ്. മായാമംഗള രാഗത്തിലാണ്. പിന്നെ അത്താഴപ്പാട്ടിൻ അകത്തളത്തിൽ അഞ്ജലീബദ്ധനായി നിന്നു ഞാൻ. പിന്നെ ഒരു താരാട്ട് പാട്ട്, അരിനിരത്തും പാറയിൽ നിന്നും. ഈ പാട്ടുകൾ കേൾക്കുമ്പോൾ എന്താ ഇത് പാട്ടെന്ന് ചോദിക്കുന്നത്? അവിടുത്തെ വിശ്വാസാചാരങ്ങൾ അനുസരിച്ചിട്ട്, ആ കഥകൾ അനുസരിച്ചിട്ടുള്ള പാട്ടുകളായതുകൊണ്ട് അവിടെ പാടുമ്പോൾ അതിനൊരു സുഖമുണ്ടാവും. അത് തന്നെ മകയിരത്തിനെന്ന്, അതായത് തിരുവാതിര പിറ്റേ ദിവസമാണ്. തിരുവാതിരയാണ് അവിടുത്തെ പ്രധാന ഉത്സവം, കുംഭമാസ തിരുവാതിര. അതിന് തലേ ദിവസം മകയിരത്തിനെന്നാണ് പൊങ്കാല.
പൊങ്കാല ദിവസം രാവിലെ പൊങ്കാല നടക്കുന്ന സമയത്ത് വേദിയിൽ ഈ പാട്ടുണ്ടാവും. ഈ പാട്ട് കേട്ടുകൊണ്ടാണ് പൊങ്കാല. 3 വർഷം പരിപാടി നടത്തി. 3 വർഷം ഗിറ്റാർ പ്ലേ ചെയ്തുകൊണ്ട് ഞാനുണ്ടായിരുന്നു. അതിൽ പാട്ടുകൾ ചിലത് എൻ്റെ തന്നെ വരികളാണ്. ചടമംഗൽ ഹരിദാസും ഞാൻ കൂടെ തയ്യാറാക്കിയ കുറച്ച് വരികളുണ്ട്. അങ്ങനെ പാട്ടുകൾ ഒരു പ്രത്യേക സുഖമാണ് അത്തരത്തിലുള്ള പാട്ടുകൾ കേട്ട് അതിൽ ലയിച്ചു പോകാന്ന് പറഞ്ഞു. ഒരു പ്രത്യേക പാട്ട്, അത് കടക്കൽ ദേവി സ്തുതിഗീതങ്ങൾ. അന്ന് ആ പാട്ടുകൾ പാടിയിട്ടുള്ള പലരും ഇന്നത്തെ പ്രശസ്ത ഗായകരാണ്. ഞാൻ അവർ ആരൊക്കെയാണ് എന്ന് പറഞ്ഞവരെ കൊച്ചാക്കുന്നില്ല. കാര്യം ചിലർക്കൊക്കെ കൊച്ചാകുന്നത് പോലെ തോന്നാറുണ്ട്. ആ വേദി അതാണ് അവരുടെ ആദ്യ വേദി എന്ന് പറയാൻ പലർക്കും നാണക്കേട് തോന്നിയതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ, അത് മറ്റൊരു വിഷയമാണ്. ഏതായാലും നന്ദഗോവിന്ദൻ ഭജൻസിന്റെ ഈ പാട്ടുകൾ എന്റെ പഴയകാല ആ അനുഭവത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഇവർ ഇതിന് പാടുമ്പോൾ, പല പാട്ടുകളും പാടുന്ന സമയത്ത് ഞാനും അത് കൂടെ, അതായത് രാത്രി ഒരു 8-8:30 മണി കഴിഞ്ഞിട്ട് ഞാൻ ഇരുന്ന് കേൾക്കാറുണ്ട് വീഡിയോകൾ. പലരും ഇട്ടിട്ടുള്ള വീഡിയോകൾ കാണുമ്പോൾ കേൾക്കുമ്പോൾ അറിയാതെ കൂടി കൂടെ പഠിക്കും. ആ വയലിനായാലും ആ ഇൻസ്ട്രുമെന്റ്സ് മറ്റായാലും എന്തായാലും ഒരു വല്ലാത്തൊരു ഒഴുക്കാണ്. ആ റെക്കോർഡ് ഗാനങ്ങൾ കേൾക്കുന്നത് പോലെ അല്ല. ആ ഭക്തജന സഹസ്രങ്ങൾ അവിടെ ഇരുന്നു കൊണ്ട് അത് ആസ്വദിച്ച് പാടുന്നത് കാണുമ്പോൾ ഒരു കൺകുളിർക്കുള്ള കാണാൻ കഴിയുന്ന ഒരു വല്ലാത്തൊരു കാഴ്ചയാണ്. കേരളം ഇതുവരെ കണ്ടിട്ടുള്ള പരിപാടികൾ, ഭക്തിസാന്ദ്രമായിട്ടുള്ള പരിപാടികൾ എത്ര എണ്ണം വന്നിട്ടുണ്ടോ, എവിടെയൊക്കെ എങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ടോ, അതിനേക്കാൾ അപ്പുറം ജനലക്ഷ്യങ്ങൾ സാക്ഷ്യം വഹിക്കുന്ന, ജനമനസ്സുകൾ അലിഞ്ഞ് ഒന്നായിത്തീരുന്ന ഒരു പ്രോഗ്രാം. ഞാനിത് പറയുമ്പോൾ നന്ദഗോവിന്ദം ഭജൻസിന്റെ ഒരു പ്രൊമോഷണൽ പ്രോഗ്രാമായി പോകും. അങ്ങനെയല്ല. എനിക്ക് അവരെ അറിയില്ല, അവരാരൊക്കെയാണെന്ന് അറിയില്ല, അവരുടെ പേരറിയില്ല. ആകെ അറിയാവുന്ന അവരുടെ ടീമിന്റെ പേരാണ്. നമ്മളുടെ അനുഭവം എന്താണോ, അല്ലെങ്കിൽ ജനം അനുഭവിക്കുന്നത് എന്താണോ അത് തന്നെയാണ് നമ്മൾ പറയേണ്ടത്. ഒരുപാട് മുക്കാബല അത് മോശമാണെന്ന് ഞാൻ പറയുന്നില്ല. മനഃശാന്തി ഇല്ലാതെ ജനം അലയുന്ന ഈ ഒരു കാലത്ത് ഇവിടെ പ്രായഭേദമന്യേ കൈക്കുഞ്ഞുങ്ങള് മറ്റ് അല്ലാതെ കുട്ടികളുമായി എല്ലാവരും സർവാത്മന പങ്കെടുക്കാൻ കഴിയുന്ന, ആത്മശാന്തി തേടിയെത്തുന്ന, വയോധികർ ഉൾപ്പെടെ പങ്കെടുക്കാൻ കഴിയുന്ന, ഏത് പ്രായക്കാർക്കും പങ്കെടുക്കാൻ കഴിയുന്ന മറ്റൊരു പരിപാടി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇന്ന് ഇല്ല എന്ന് പറയാൻ നിവൃത്തിയില്ല. നമ്മൾ നിത്യേന കേൾക്കുന്ന പാട്ടുകൾ തന്നെ അത് അവരുടെ ആ നിരന്ന് ആ ചെറുപ്പക്കാർ ഇരുന്ന് ഇങ്ങനെ പാടുമ്പോൾ അതിന്റെ കൂടെ അതില് ചിലരൊക്കെ മൊബൈലിന്റെ ഫ്ലാഷ് ലൈറ്റ് മിന്നിച്ചുകൊണ്ട് ഇങ്ങനെ ആടി ആസ്വദിച്ച് പാടുന്ന, അതുകൊണ്ടല്ല ഒരു വല്ലാത്ത ഒരു അനുഭൂതിയാണ്, ഒരു അനുഭവമാണത്. ഈശ്വര ചിന്തയിൽ മുഴുകിക്കൊണ്ട് ഒരുതരം മെഡിറ്റേഷൻ നമ്മൾ ഏകാന്ത ധ്യാനം നമ്മൾ അനുഭവിക്കുമല്ലോ. ചിലരൊക്കെ ചില സംഗീത ശബ്ദങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ട്, അതല്ലെങ്കിൽ പ്രകൃതിയുടെ ശബ്ദങ്ങൾ തന്നെ ആസ്വദിച്ചുകൊണ്ട് അതിൽ ലയിച്ചിരുന്നു കൊണ്ട് ഒരു വല്ലാത്ത അനുഭൂതിയിൽ ചിലരൊക്കെ ഇരിക്കാറുണ്ട്. പക്ഷെ ഇത് അതിനേക്കാളേറെ ലക്ഷങ്ങൾ എല്ലാവരും ഒരേ മനസ്സോടുകൂടിയ താളത്തിൽ ഇങ്ങനെ ആ ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുക എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു ഘട്ടം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല എന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്തൊന്നും ഇതുപോലെ ആത്മീയതയ്ക്ക് സ്വാധീനം ചെലുത്താൻ കഴിയുന്ന വേറൊരു പ്രോഗ്രാം ഉണ്ടായിട്ടില്ലായിരുന്നു. മതമേത് ജാതി ഏത് എന്നുള്ളതല്ല, എല്ലാ മതത്തിനും എല്ലാ ജാതിക്കും മെഡിറ്റേഷൻസ് ഉണ്ട്. സംഗീതം എന്ന് പറഞ്ഞാൽ ഓരോ മനുഷ്യന്റെയും മനസ്സിനെ പിടിച്ചു കുലുക്കുന്ന, ശാന്തമായി അവനെ സംസ്കരിച്ചെടുക്കുന്ന, അവന്റെ വിഷമങ്ങളെ, മറ്റു ദുഃഖങ്ങളെ, മറ്റു പ്രയാസങ്ങളെ ഒക്കെ അലിയിച്ച് ഇല്ലാതാക്കുന്ന ഒരു അനുഭവമാണ്, ഒരു അനുഭൂതിയാണ്. ശാന്തിയും സമാധാനവുമാണ് നമ്മൾ തേടി നടക്കുന്നുണ്ടെങ്കിൽ നന്ദഗോവിന്ദൻ ഭജൻസിന്റെ പരിപാടി, ഞാൻ അവരുടെ പരിപാടി മാത്രമേ കണ്ടിട്ടുള്ളൂ, അതുകൊണ്ട് അങ്ങനെ പറയുന്നത്. അതുപോലെയുള്ള പ്രോഗ്രാമുകൾ എല്ലാവരും നടത്തണമെന്നേ. അതുപോലെയുള്ള പ്രോഗ്രാമുകൾ അതിലെല്ലാവരും പങ്കെടുത്ത് മനസ്സിന് ശാന്തി പകരണം, നമ്മുടെ മനസ്സിനൊരു സുഖം ഉണ്ടാക്കണം. മനസ്സിന് ഇത്തരത്തിൽ സുഖമില്ലാത്തതാണ് ഇന്നത്തെ സകല പ്രശ്നങ്ങൾക്കും കാരണമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം കഴിഞ്ഞ ദിവസം ഞാൻ അനൗൺസ് ചെയ്ത 3 ദിവസത്തെ ഒരു ക്യാമ്പ് ഇതുപോലെ ഒരു പ്രോഗ്രാമാണ്. അത് ഒരു സൈക്കോളജിക്കൽ മൂവ്മെന്റ് ആണ്. ആ മൂവ്മെന്റിന് വേണ്ടിയിട്ട് എനിക്ക് വന്ന കോളുകളുടെ എണ്ണം നോക്കുമ്പോൾ മനസ്സിന് ഒരു ശാന്തി അന്വേഷിച്ച് ജനം തിരയുകയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അത്തരക്കാർക്ക് ഈ ഒരു പ്രോഗ്രാം ഉപകരിക്കുന്ന എനിക്ക് തോന്നുന്നത്. മറ്റ് സൈക്കോളജിക്കൽ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നുണ്ടെങ്കിൽ മനസ്സിന് സുഖം നൽകുന്ന സെറോട്ടോണിൻ ഉൽപ്പാദിപ്പിക്കുന്ന, ടൺ കണക്കിന് ഉൽപ്പാദിപ്പിക്കാൻ ഇതിൽ പരം ഒരു നല്ല വേദി വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഒരുപാട് തവണ കേട്ടു, കൂടെ പാടി. കാരണം അതിൽ പാടുന്ന മിക്ക പാട്ടുകളും ഞാൻ പാടുന്നതാണ്, എനിക്കറിയാവുന്ന പാട്ടുകളാണ്. Different angles. Don't forget to subscribe and support this channel.